എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രുചികരമായ ഒരു മീൻകറി ആയാലോ? അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറി തന്നെ. അയിലമീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കൂട്ടുകാർ തയ്യാറാക്കി നോക്കിക്കേ, വളരെ ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് സാധിക്കും. മറ്റ് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി തയ്യാറാക്കുന്ന വിധം കൂട്ടുകാരെ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ? ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 4 അയിലയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. തേങ്ങ വറുത്തരച്ച രീതിയിലാണ് നമ്മൾ ഈ മീൻകറി തയ്യാറാക്കി എടുക്കുന്നത്. 1 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അവയെല്ലാം ഒരേപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ തേങ്ങ നല്ല പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഈസിയാണ്. ഇതിലോട്ട് നമുക്കിനി മല്ലി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ അളവിൽ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 അല്ലി ചുമന്നുള്ളി വളരെ കനം കുറച്ച് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ നമുക്ക് മൂത്ത് കിട്ടണം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളകും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ വെച്ച് ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ കൂട്ടി വെക്കരുത്. തേങ്ങ കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഈ ഒരു കൂട്ടിലോട്ട് നമുക്ക് 1-2 പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങ നല്ലതുപോലെ മൂത്തതിന് ശേഷമാണ് ആ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. തേങ്ങ വറുത്തരച്ചൊക്കെ അയില മീൻ കറിയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറിയൊക്കെ തയ്യാറാക്കി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ആ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുകയുള്ളൂ. തേങ്ങയെല്ലാം മൂപ്പിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. തേങ്ങയൊക്കെ നമ്മൾ വറുത്തെടുക്കാനായിട്ട് എടുക്കുമ്പോൾ ചെറുതായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ട് മൂപ്പിക്കുകയാണെങ്കിൽ എല്ലാ പീസുകളും നമുക്ക് ഒരുപോലെ തന്നെ മൂത്ത് കിട്ടും. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, അതോടൊപ്പം തന്നെ കറിക്ക് കുറച്ചും കൂടെ കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുണ്ട് പാനിൽ, അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് അടുത്ത പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇവ നല്ലതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കി തുടങ്ങാം. മൺചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കിന് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറി ലീഫും കൂടെ നമുക്ക് ചേർത്തൊന്ന് ചെറുതായിട്ട് ആ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. ആദ്യം നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ട് ലേശം വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കൂട്ടും കൂടെ ഈ ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മാങ്ങയൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. കുടംപുളി നേരത്തെ തന്നെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ പുളിയൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി കിട്ടുകയും ചെയ്യും. മിക്സിയുടെ ജാറ് കഴുകി ലേശം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് ആ ഗ്രേവിയിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിതൊന്ന് ചെറുതായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഈ ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നുറുക്കി വെച്ചിരിക്കുന്ന അയിലമീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഗ്രേവി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഉപ്പൊക്കെ ഗ്രേവിയിൽ ഇച്ചിരി കൂടുതൽ നിൽക്കത്തക്ക രീതിയിൽ ഉണ്ടാവണം. എന്നാലേ മീനിൻ്റെ കഷ്ണങ്ങളിലോട്ട് ഉപ്പ് കറക്റ്റായിട്ട് പിടിച്ചു വരികയുള്ളൂ. വളരെ രുചികരമായിട്ടുള്ള ഒരു അയിലമീൻ കറിയാണ്. ഇങ്ങനെ വറുത്തരച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനാണെങ്കിലും ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കപ്പയ്ക്കൊപ്പം ആണെങ്കിലും നല്ല കിടു കോമ്പിനേഷൻ തന്നെ. മീനിൻ്റെ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ച് ചെറിയ തീയിൽ ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്ത് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടിയത്.
ഈ ഒരു സമയത്ത് നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്, അല്ലാതെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. കാരണം മൺചട്ടിയിലായതുകൊണ്ട് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ചുറ്റിച്ച് നമുക്കിതുപോലെയൊന്ന് വറ്റിച്ചെടുക്കണം. മീൻകറിയുടെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കറക്റ്റായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അവസാനം ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ വറുത്തരച്ച മീൻകറിക്ക്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള അയില മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം നമ്മൾ ഈ കായപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ ഓയിലോ അതുപോലെ തന്നെ വറുത്ത് ചേർക്കുന്നതോ ഒന്നുമില്ല. കാരണം നമ്മൾ വറുത്തരച്ച് മീൻ കറിയാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുള്ളത് കൊണ്ട് വീണ്ടും ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല്. ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകല്ല. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.